കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 36 വാക്യം. ആകയാൽ ഈ സംഭവിക്കുവാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിക്കുകയും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്ന സമയത്ത് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോടും അപ്പോൾ തന്നെ അനുഗമിച്ച പുരുഷാരത്തോടുമായി പറഞ്ഞ അനുഗ്രഹീതമായ കാലിക പ്രസക്തിയുള്ളൊരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമ്മൾ ആയിരിക്കുന്നതിന് നമുക്കൊരു ലക്ഷ്യമുണ്ട്. എന്തുവാ? ദൈവരാജ്യത്തിലേക്ക് എത്തിച്ചേരുക, ഇല്ലെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുക, ഇല്ലെങ്കിൽ മരണശേഷം നമ്മൾ നിത്യത എന്ന ആ ദൈവ പദ്ധതിയിലേക്ക് കയറി ചെല്ലുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ പെടാപ്പാടെല്ലാം പെട്ട് നമ്മൾ ദൈവത്തിനു വേണ്ടി നിൽക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, പലപ്പോഴും ആ ഒരു യഥാർത്ഥ കാഴ്ചപ്പാടിൽ നിന്ന് യഥാർത്ഥ ദൈവിക റൂട്ടിനകത്ത് നിന്ന് മാറിപ്പോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ലക്ഷ്യം മാറുകയാണ് അല്ലേ? ദൈവരാജ്യം എന്നുള്ള പദ്ധതിയിൽ നിന്ന്, ഇല്ലെങ്കിൽ ചിന്തയിൽ നിന്ന് മനുഷ്യൻ വഴിമാറുന്ന ഒരു കാലത്തേക്ക് ഈ കാലം വന്നു നിൽക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമല്ലേ? സ്തോത്രം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്തോത്രം രാജ്യത്തിൽ എത്തിച്ചേരുക, അല്ലെങ്കിൽ സ്വർഗരാജ്യം പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൽ? സ്തോത്രം. അങ്ങനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ദൈവരാജ്യത്തിൽ എത്തുവാൻ തക്കവണ്ണം അതിൻ്റെ വഴികൾ, അതിൻ്റെ ക്രമീകരണങ്ങൾ എങ്ങനെ നടത്തുവാൻ തക്കവണ്ണം കഴിയും എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രഭാതികൾ നിമിഷങ്ങൾ കൊണ്ട് ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ ഇവിടെ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: ആകയാൽ ഈ സംഭവിക്കുവാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കുവാനും പ്രാപ്തരാകേണ്ടതിന്. അപ്പം ചിലതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിഞ്ഞു മാറേണ്ടത് ആവശ്യമാണ്. എന്താണ് ഒഴിയേണ്ടത്? ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സം നിൽക്കുന്ന ഒരുപാട് അടയാളങ്ങളുണ്ട്. സ്തോത്രം. അതിൽ പലപ്പോഴും ദൈവമക്കൾ എന്ന് പേര് പറയുന്നവർ പെട്ടുപോകുന്നുമുണ്ട്. അതിൽ ചില സിഗ്നൽസുകൾ നമുക്ക് 34 വാക്യം മുതൽ പറയുന്നുണ്ട് അല്ലേ? ഒന്ന്, എന്തുവാ? നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താൽ മാറുന്നു. അപ്പം ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ചിലർക്ക് ഫുഡിനോട് പ്രിയപ്പെടുന്ന ഒരു കാലം. പ്രൈസിൽ ആഹാരം കഴിച്ചില്ലെങ്കിൽ അതിനുവേണ്ടി സമയം ചെലവഴിച്ച് അതിനുവേണ്ടി ദൂരം നോക്കാതെ, സ്ഥലം നോക്കാതെ, സാഹചര്യം നോക്കാതെ അതിനുവേണ്ടി ഓടുന്ന പലരുമുണ്ട്. ഇന്ന ഹോട്ടലിൽ പോയാൽ കഴിക്കാൻ പറ്റും, ഇന്ന സ്ഥലത്ത് പോയാൽ നല്ല ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞ് അതിന് വേണ്ടി റിസ്ക് എടുക്കുന്ന അനേകരെ കാണാൻ കഴിയും. അത് ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. പ്രൈസ് ദൈവരാജ്യത്തിൽ നിന്ന് ഇവർ അകന്നു മാറുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ഒന്നാമത്തേത് അതിഭക്ഷണത്താൽ മാറുക. 2, മദ്യപാനം. പ്രൈസ് ഇന്ന് നമുക്കറിയാം, മദ്യപാനം എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ശക്തിയോടെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അനേക കുടുംബങ്ങളെ തകർക്കുന്ന ഒന്നാണ്. 2ാമത്തെ സിഗ്നൽ എന്ന് പറയുന്നത് മദ്യപാനമാണ്. 3ാമത്തെ സിഗ്നൽ എന്നാണ് ഉപജീവന ചിന്തകൾ. സ്തോത്രം. എന്തുവാ? നാളെക്കുറിച്ചുള്ള വിചാരം, ജോലിയില്ലെങ്കിൽ എങ്ങനെ പോകും, പ്രാർത്ഥനയും ആരാധനയും ദൈവഭക്തിയും ദൈവസ്നേഹവും വിശുദ്ധിയും ഒക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന തലത്തിലേക്ക് വഴിമാറുന്ന ഒരു മേഖലയുണ്ട്. പ്രൈസലോ. അപ്പൊ ഇതിൽ ഒന്നും ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറേണ്ടതാണ് ദൈവ പൈതൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതിഭക്ഷണം എന്നുള്ള ചിന്തയിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, അതുപോലെ ഉപജീവന ചിന്തകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞാൽ നീ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി മാറുവാൻ തക്കവണ്ണം കഴിയണം. അപ്പോൾ ഒന്ന്, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനും. 2, സ്തോത്രം, മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കുവാൻ തക്കവണ്ണം പ്രാപ്തരാകേണ്ടതിന്. അപ്പോൾ ഒന്ന്, ഈ വിധ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു വരണമെങ്കിൽ നമുക്കൊരു പ്രാപ്തി ആവശ്യമാണ്. സ്തോത്രം. 2, ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ നമ്മൾ പ്രാപ്തരാകണം. എങ്ങനെ നമുക്ക് പ്രാപ്തരാകാൻ പറ്റും? അതിനൊറ്റ വഴിയാണ് യേശു കർത്താവ് പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യണം? സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിപ്പീൻ. സ്തോത്രം. ശ്രദ്ധിച്ചോ? അപ്പം ഈ വിധ വിഷയങ്ങളിൽ നിന്ന് മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുക. 2, ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഈ 3 കാര്യങ്ങൾ, ഉപജീവന ചിന്തകൾ, അതിഭക്ഷണം, മദ്യപാനം, ഈ വിധ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിയണമെങ്കിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ എന്ന് പറയുന്നെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെ എന്ന് വരാതിരിപ്പാൻ തക്കവണ്ണമുള്ള രീതിയിൽ ദൈവരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായിട്ട് മാറുവാൻ
സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമ്മെ ഒരുക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടിയിൽ മറയ്ക്കണമേ. അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.